അമ്മത്തൊട്ടിലെത്തുന്ന കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ സംസ്ഥാനത്തെ 11 കേന്ദ്രങ്ങളിലായി 130 ആയമാരാണുള്ളത്. കുഞ്ഞുങ്ങൾ ആദ്യം അമ്മയെന്ന് വിളിക്കുന്നത് ഇവരെയാണ്. ഈ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ ആളുകൾ എത്തുന്നതുവരെ കുഞ്ഞുങ്ങളെ താരാട്ടുപാടി ഉറക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതുമെല്ലാം ഈ അമ്മമാരാണ്. അമ്മത്തൊട്ടിലിൽ നിന്നും ശിശുപരിപാലന കേന്ദ്രങ്ങളിലെത്തുന്ന ഈ കുഞ്ഞുങ്ങൾ ആദ്യം പിടിക്കുന്നത് ഈ അമ്മ കൈകളിലാണ്. കുഞ്ഞുങ്ങൾ ഇവരെ നോക്കി പുഞ്ചിരിച്ചും കരഞ്ഞും മെല്ലെ വിളിച്ചു തുടങ്ങും അമ്മ. 24 വർഷമായി മലപ്പുറം ശിശുപരിപാലന കേന്ദ്രത്തിലെ ആയിട്ടുള്ള അഫ്സത്തിന് ഈ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് മനസ്സ് നിറയെ. ചിലപ്പോഴൊക്കെ കുഞ്ഞുങ്ങളെയോർത്ത് സങ്കടം വരും. ഓരോ കുട്ടികൾ വരുന്നു, നമ്മൾ 2 മണിക്കൂർ ഇടവിട്ട് പാല് കൊടുക്കും. രാത്രിയൊന്നും അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ല. വേറെ ചില ദിവസം ഭയങ്കര കരച്ചിലായിരിക്കും, ചില ദിവസം വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അവർക്ക് കിട്ടാത്ത സ്നേഹമൊക്കെ നമ്മൾ കൊടുക്കണം. പിന്നെ പാലും ഈ സ്നേഹമാണ് അവർക്ക് കൂടുതൽ വേണ്ടത്. കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവമേ ഉള്ളൂ, അല്ലാതെ വേറെ സംഭവമൊന്നുമില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ നമുക്ക്. 6 വയസ്സുവരെയുള്ള കുട്ടികളാണ് ശിശുപരിപാലന ദത്തെടുക്കൽ കേന്ദ്രങ്ങളിലുള്ളത്. ഓരോ ദിവസത്തെയും ജോലി കഴിഞ്ഞ് വീടെത്തിയാലും മലപ്പുറത്തെ സരസ്വതിയുടെ മനസ്സിൽ കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും കരച്ചിലുമെല്ലാം നിറഞ്ഞു നിൽക്കും. അവരടുത്ത് വന്നാൽ പിന്നെ നമുക്ക് വേറെ ലോകമാണല്ലോ. വീട്ടിലെത്തിയാലും നമുക്ക് വീട്ടിലത്തേനേക്കാളും ചിന്തകൾ വരെ പറ്റിയിട്ടാണ്. പിന്നെ നമ്മളെ വീടും മക്കളൊക്കെ ഉപേക്ഷിച്ച് നമ്മളെ മക്കളെ പോലത്തെ ഒരു മക്കളായിട്ട് കാണുക, അത്ര തന്നെ. നല്ല ഒരു എന്താ പറയുക, സങ്കടമാണ് ചില സമയത്ത്. ഓരോരുത്തരെ കാണുമ്പോൾ കുറേ നമ്മൾ സങ്കടപ്പെടും. ഓരോരുത്തരും അത് കാണുമ്പോൾ പല പല കഥകളായിട്ടുള്ള കുട്ടികളാണ്. നമ്മൾ വന്നാൽ നമ്മളെ കാണുമ്പോൾ അധികം ഒരു ഓവർ ചിരി, നമ്മുടെ അടുത്ത് ഓടി വരവും, പിന്നെ ഒരു ഉമ്മ എത്ര തന്നാലും മതിയാവാത്ത കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പോകുമ്പോൾ പിന്നെ എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് സങ്കടം തന്നെ വരും. പിന്നെ വേഗം വന്നാൽ അവളെ കാണണം തോന്നും. അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ 6 ശിശുപരിപാലന കേന്ദ്രങ്ങളും 5 ദത്തെടുക്കൽ കേന്ദ്രങ്ങളുമാണുള്ളത്. ആകെ 11 കേന്ദ്രങ്ങളിലായി കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ 130 ആയമാരുണ്ട്. ഓരോ സ്ഥലത്തും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനവും ഉറപ്പാക്കുന്നു. അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ മാത്രമല്ല, പ്രത്യേക സാഹചര്യങ്ങളാൽ വീടുകളിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്ന 6 വയസ്സ് വരെയുള്ള കുട്ടികളെയും ശിശുപരിപാലന കേന്ദ്രത്തിൽ പാർപ്പിക്കുന്നുണ്ട്. ഇവരെ നോക്കുന്നതും അംഗൻവാടികളിലും സ്കൂളുകളിലും പറഞ്ഞുവിടുന്നതുമെല്ലാം ആയമാരാണ്. അമ്മത്തൊട്ടിലിൽ എത്തിയ കുഞ്ഞുങ്ങൾ ദത്തെടുക്കപ്പെട്ടാലും ആയമാർ പറയും, അവർ ആദ്യം എന്നെയാണ് വിളിച്ചത് അമ്മ. ക്യാമറാമാൻ സുൽത്താനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, കോഴിക്കോട്.